നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 1, 3, 5, 7, 9 ഇത്രയും ക്ലാസ്സുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് പുറത്തിറക്കിയത്. ശേഷിക്കുന്ന ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും വൈകാതെ പരിഷ്കരിച്ച് ലഭ്യമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശില്പശാലയും നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 43,637 നിയമനങ്ങളാണ് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഈ കാലയളവിൽ നടന്നത്. PSC മുഖേനയുള്ള അധ്യാപക നിയമനങ്ങളിൽ രാജ്യത്തെ തന്നെ റിക്കാർഡ് കേരളത്തിനാണുള്ളത്. 18,882 അധ്യാപകരെ PSC മുഖേന നിയമിക്കാനായി. സാങ്കേതിക വിദ്യാവികാസത്തിൻ്റെ ഒരു യുഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പാഠപുസ്തകങ്ങൾ മാത്രമല്ല അറിവിൻ്റെ കേന്ദ്രങ്ങളാവുന്നത്. ഓരോ നിമിഷവും പുതിയ വിവരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അവയിൽ സത്യവും മിഥ്യയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സത്യവും വ്യാജവുമായ കാര്യങ്ങൾ വന്നേക്കാം. കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനുമുള്ള വിവേകം കുട്ടികളിൽ വളർത്തിയെടുക്കൽ പ്രധാനമാണ്. അത്തരമൊരു ത്യാജ്യഗ്രാഹ്യ വിവേകം കുട്ടികളിൽ ഉൾച്ചേർക്കാൻ കൂടി കഴിയേണ്ടതായിട്ടുണ്ട്.